ഭാരതത്തിൽ ഭീകരാക്രമണം നടത്തി ലോകത്തെവിടെ പോയി ഒളിച്ചാലും തിരികെ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നതിന്റെ ഉദാഹരണമാണ് തഹാവൂർ റാണയെ തിരികെ എത്തിച്ചതെന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ NSG കമാൻഡോ ശൗര്യചക്ര മനീഷ്. മുംബൈ ഭീകരാക്രമണത്തിൽ ഭീകരരെ തുരത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. ഇത് ഭാരതത്തിന്റെ വിജയമാണെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ ട്രൈഡന്റ് ഹോട്ടലിന്റെ 25-ാം നിലയിൽ ഭീകരരുമായി ഏറ്റുമുട്ടലിലാണ് NSG കമാൻഡോ ആയിരുന്ന മനീഷ് ഗ്രനേഡ് പൊട്ടി സാരമായി പരിക്കേറ്റത്. ജനം എക്സ്ക്ലൂസീവ്. ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ, ലോകം കണ്ട പ്രധാനപ്പെട്ട ഭീകരവാദികളിൽ ഒരാൾ തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അന്ന് മുംബൈ ഭീകരാക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ പരിക്കുപറ്റിയ ശൗര്യചക്രം മനീഷ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എത്രത്തോളം സന്തോഷമുള്ള അഭിമാനകരമായൊരു നിമിഷമാണ്. ഇത്രയും വലിയൊരു ഭീകരവാദിയെ നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ എന്തു തോന്നുന്നു? തീർച്ചയായും അഭിമാനം തോന്നുന്നു. കാരണം അതിലേറ്റവും പ്രധാനമെന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് വന്ന ഒരു തീവ്രവാദിയും തിരിച്ചു പോയിട്ടില്ല. തിരിച്ചു പോകാൻ വേണ്ടി നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ വിട്ടിട്ടില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുംബൈയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ പോരാടാൻ വേണ്ടി വന്ന 10 ലക്ഷത്തോളം തീവ്രവാദികളെ നമ്മൾ അതിൽ 9 പേരെ വധിക്കുകയും ഒരാളെ നമ്മൾ ജീവനോട് പിടിച്ചുകൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തു. പാകിസ്ഥാനിൽ നിന്നാണ് നമ്മുടെ ടെററിസ്റ്റുകൾ വരുന്നതെന്നും ഇന്ത്യയിൽ ടെററിസം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. അത് ലോകം മൊത്തം കണ്ടറിഞ്ഞു. ശേഷം നമ്മുടെ നീതിന്യായ കോടതി, നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ കോടതി അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾക്ക് അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ കൊടുത്തു. വധശിക്ഷയാണ് അദ്ദേഹത്തിന് വിധിച്ചത്. അങ്ങനെ 2012 നവംബർ 21 അദ്ദേഹത്തിന് വധശിക്ഷ കൊടുത്തു. പക്ഷേ അതിനപ്പുറം ഇതിൽ സൂത്രധാരന്മാരായിട്ടുള്ള കുറേ വ്യക്തികളുണ്ടായിരുന്നു. ആ വ്യക്തിയെയാണ് തഹാവൂർ റാണ അമേരിക്കയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. തഹാവൂർ റാണയാണ് മുഖ്യ സൂത്രധാരനെന്ന് മനസ്സിലായി. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ, NIA പോലുള്ള ഉദ്യോഗസ്ഥൻ്റെ ട്രൂപ്പ് അദ്ദേഹത്തിനോട് പോയി അതിൽ പോയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറ്റവിചാരണ നടത്തി. അപ്പോൾ ആ വിചാരണ നടത്തിയപ്പോൾ അദ്ദേഹമാണ് ഇതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അത് നമുക്ക് മറ്റുള്ള അന്താരാഷ്ട്ര കോടതിയെ ബോധിപ്പിക്കാനും അന്താരാഷ്ട്ര കോടതി അത് സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറാനും വന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കരുത്താണ്. അതൊരു ചങ്കുറപ്പാണ്. കാരണം ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വന്ന് ആക്രമണം നടത്താൻ വന്നാലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അതിൽ ഒരു പങ്കാളിയായിട്ടുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവിടെ വന്ന് ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തും, അവിടെ വന്ന് നിങ്ങളെ കൊണ്ടുവരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തഹാവൂർ റാണ ഇന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. മനുഷ്യട്ടൻ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യയെ ആക്രമിച്ച് ലോകത്തെവിടെ പോയി ഒളിക്കാൻ ശ്രമിച്ചാലും അവിടെ എത്തി നിങ്ങളെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുമെന്നൊരു സന്ദേശം തന്നെയല്ലേ? തീർച്ചയായും സന്ദേശം തന്നെയാണ് നടക്കുന്നത്. അത് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മുടെ തഹാവൂർ റാണ എന്ന് പറയുന്നത്. അതും അമേരിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ വിചാരണ നടന്നത്. അപ്പോൾ അമേരിക്കയെ പോലെ അറിയല്ലോ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അത് എത്രമാത്രം പ്രൗഢമായിട്ടാണ് ചിന്തിക്കുന്നതെന്നും. ആ പ്രൗഢമായി ചിന്തിക്കുന്ന അവരുടെ ഭാവനയിലാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പോരാടാൻ വന്ന ഒരു തീവ്രവാദിയെ കാണിച്ചു കൊടുത്തതും ആ ഭാവനയിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുതന്നതും ഞങ്ങൾ അവരെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതും ഈ രാജ്യത്തിനകത്ത് അവരെന്തൊക്കെ ചെയ്തെന്നോ ഇനി അങ്ങോട്ട് കണ്ടെത്താൻ ഉണ്ട്. എത്ര പേരെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇനി എത്ര പേരുണ്ടെന്നും നമുക്ക് കണ്ടെത്താനുണ്ട്. അപ്പോൾ അത് തന്നെ തീർച്ചയായും അത് കണ്ടെത്തുക തന്നെ ചെയ്യും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ അജ്മൽ കസബിന് നൽകിയ തക്കതായ ഒരു ശിക്ഷയാണ് വധശിക്ഷ. അതേപോലൊരു ശിക്ഷ നൽകുമെന്നുമാണ് എനിക്ക് നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായും നടക്കും. കാരണം നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യത്തെ പോലെയല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യം ഏറ്റവും പവർഫുള്ളാണ്. ഏതൊരു കാര്യത്തിലായാലും ശരി, അത് നമ്മുടെ എക്കണോമിക്കലുടെ കാര്യത്തിലായാലും ശരി, അതേപോലെ സൈനിക ശക്തിയുടെ കാര്യത്തിലായാലും ശരി, മറ്റുള്ള തരങ്ങളിലായാലും ശരി, നമുക്കിപ്പോൾ ഒരു പവറുണ്ട്. ആ പവറാണ് നമുക്ക് ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണം. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ആദ്യം മധ്യസ്ഥം വിളിക്കാൻ വേണ്ടി നമ്മുടെ വാക്കുകളാണ് ശ്രദ്ധിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ പവർ. ആ പവറിൻ്റെ ബലത്തിലാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നത്. നരിമാൻ പോയിന്റിലും താജ് ഹോട്ടലിലുമൊക്കെ പൊലിഞ്ഞ ആയിരങ്ങളുടെ ജീവന് അതിനൊരു പരിഹാരം എന്നുള്ളതല്ല, പക്ഷേ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടിയുള്ള ഭാരതത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ തന്നെയല്ലേ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ച്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഭീകരവാദിയെ ഇന്ത്യയിലേക്ക് കാലങ്ങൾക്ക് ശേഷം എത്തിക്കാൻ സാധിച്ചതും അത് തന്നെയല്ലേ?
തീർച്ചയായും അതിൽ നേരിട്ട് പങ്കാളിയായ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നോട് കുറേ പേർ ചോദിച്ചു. അവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാണ് അത്രയും ധൈര്യമായിട്ട് ഉള്ളിൽ പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒറ്റൊരു ഉത്തരമേ ഉള്ളൂ. ഉത്തരം എന്നത് എത്രയോ സാധാരണക്കാരായ ജനങ്ങൾ അവിടെ മരണപ്പെട്ടു. അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ ചോര വാർന്നൊലിച്ചുകൊണ്ട്, കാരണം ചളി പോലെ കെട്ടിക്കിടന്നു നിസ്സഹായാവസ്ഥയിലായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഒന്നും അറിയാതെ പരിഭ്രമിച്ചു തന്നു. അത്രയേറെ പരിക്ക് പറ്റിയവർ. അത്രയും ആൾക്കാരെ കാണുമ്പോൾ ഒരു രാജ്യത്തെ സേവിക്കാൻ നിയുക്തമായ ഒരു സൈനികൻ, അതും ഒരു കമാൻഡോ ഫോഴ്സിലുള്ള സൈനികൻ എന്ന രീതിയിൽ ഞാൻ ഇത്രയും ചെയ്തില്ലെങ്കിൽ, എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും എൻ്റെ രാജ്യത്തെ ഞാൻ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ സേനയിൽ ചേർന്നത്? അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ. അദ്ദേഹം തനിക്ക് നേരെ വന്ന 2 ടെററിസ്റ്റുകളെ വിരിനെഞ്ചിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് അവർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് ആ 2 ടെററിസ്റ്റുകളെ വധിച്ചിട്ടാണ് ജീവൻ ബലിയർപ്പിച്ചത്. അതുപോലെ തന്നെ ടഡൻ്റെ ഓപ്പറേഷനിൽ തന്ന 2 ടെററിസ്റ്റുകളുണ്ടായിരുന്നു. ആ ടെററിസ്റ്റുകളെ വധിക്കുവാനും അവരെറിഞ്ഞ ഒരു ഗ്രനേഡിൽ നിന്ന് എനിക്ക് അപകടം സംഭവിക്കുകയും എൻ്റെ ഹെൽമെറ്റ് തുളച്ചുകൊണ്ട് 3 സ്പ്ലിൻഡർ എൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി, ഒന്ന് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്, 2 നീക്കം ചെയ്തു. എൻ്റെ റൈറ്റ് സൈഡ് പാരലൈസായി. പക്ഷെ അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. ഒരു സൈനികൻ എപ്പോഴും ഇത് മാത്രമാണ് ചിന്തിക്കുന്നത്, രാജ്യം എന്നിൽ വിലയേറിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം എന്തെന്നാൽ രാജ്യസുരക്ഷയാണ്. ആ രാജ്യസുരക്ഷ കാക്കാൻ വേണ്ടി എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തിയും മനോബലത്തോടും കൂടിയാണ് ഓരോ സൈനികനും പ്രവർത്തിക്കുന്നത്. അത് മനേഷ് എന്നല്ല, വേറെ ഏത് സൈനികനായാലും ഈ പ്രവൃത്തി തന്നെയാണ് ചെയ്യുക. ചിലപ്പോൾ എനിക്കതിൽ അവസരം കിട്ടി, അപ്പോൾ ഞാനത് കൃത്യമായി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിനിയോഗിച്ചു. അതല്ലാതെ വേറെ ഒരു സൈനികനാണെങ്കിൽ അവനും ഇത് തന്നെയാണ്, പ്രവൃത്തി തന്നെയാണ് ചെയ്യുക. തൻ്റെ ജീവൻ കൊടുത്തും രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ പരിക്കേറ്റ ശൗര്യചക്ര മനേഷാണ് നമ്മോടിപ്പോൾ സംസാരിച്ചത്. ഭാരതത്തിൻ്റെ നേട്ടം, അതൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ഭാരതത്തിന് നേരെ അക്രമം അഴിച്ചുവിട്ട ആളുകൾക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്തും ഈ പ്രവൃത്തികളൊക്കെ തന്നെ എന്ന് തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.